അനുഗ്രഹീത നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് രക്ഷകനെ വാഴ്ത്താം, സ്തുതിക്കാം. നമ്മൾ യൂദായുടെ ലേഖന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കൽ കൂടെ 9-ാം വാക്യത്തെ ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് 9-ാം വാക്യം പൂർത്തീകരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ 9-ാം വാക്യത്തിൽ തന്നെയാണ്. ഇന്ന് നമ്മളതിനെ പൂർത്തീകരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യത്തിലേക്ക് വരാം. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ നമുക്ക് 3 കാര്യങ്ങൾ കാണുവാൻ കഴിയും. പിശാചും മിഖായേലും തമ്മിൽ തർക്കമുണ്ടായി. പിശാചും മിഖായേലും തമ്മിൽ വാദമുണ്ടായി. പക്ഷേ വിധി പറഞ്ഞത് മിഖായേലല്ല. തർക്കം, വാദം, വിധി 3 ലെവലാണ്. തർക്കമെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ലെവലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിക്കുക. അത് വീട്ടിനകത്തുണ്ടാകാം തർക്കം, അതൊരു യാത്രക്കിടയിൽ തർക്കമുണ്ടാകാം. തർക്കം സ്വാഭാവികമാണ്. ആ തർക്കം അവിടെ അവസാനിക്കും. പക്ഷെ തർക്കം അവസാനിച്ചില്ല എങ്കിൽ അതെന്തായിത്തീരും? വാദമായിത്തീരും. വീട്ടിൽ നടക്കുന്നത് തർക്കമാണ്, പക്ഷെ വാദമായാൽ അതെന്ത് ചെയ്യും? അത് കോടതിയിലേക്ക് പോകും. തർക്കിക്കുമ്പം ചുമ്മാ നിന്ന് തർക്കിക്കാം, പക്ഷെ വാദിക്കുമ്പം ചുമ്മാതെ പറയാൻ പറ്റത്തില്ല. തെളിവുകളോടുകൂടെ ശക്തമായിട്ടുള്ള ഒരു ലെവലിലേക്ക് തർക്കം കയറുകയാണ്. തർക്കത്തിൻ്റെ അടുത്ത ലെവലാണ് വാദം എന്ന് പറയുന്നത്. തർക്കത്തിൻ്റെ അടുത്ത ലെവലാണ് വാദം എന്ന് പറയുന്നത്. അപ്പോൾ തർക്കത്തിൽ നിന്ന് ഇത് വാദത്തിലേക്ക് കയറി. തർക്കിക്കുമ്പോഴും മിഖായേൽ എതിർത്ത് നിന്ന് തർക്കിക്കുകയാണ്, വാദിക്കുമ്പോഴും മിഖായേൽ പിശാചിനോട് വാദിക്കുകയാണ്. പക്ഷേ വിധി പറയാൻ വരുമ്പോൾ മിഖായേൽ പറഞ്ഞു, വിധി ഞാനല്ല പറയുന്നത്, ദൈവമാണ് പറയുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, വിധി പറയുന്നത് ദൈവമാണ്. നിങ്ങൾ ഒരുപക്ഷെ തർക്കങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ വാദഗതികളിൽ പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ വിധി പറയുന്നത് ദൈവമാണ്. മിഖായേലിനൊരു ഉറപ്പുണ്ടായിരുന്നു, തർക്കവും വാദവും നടക്കും, പക്ഷെ വിധി പറയുന്നത് ദൈവം. ഇന്ന് എത്ര പേർ എന്നോട് ചേർന്ന് പറയും, തർക്കം നടക്കും, വാദം നടക്കും, പക്ഷേ വിധി പറയുന്നത് ദൈവം. ഒരു തർക്കമുണ്ടായി, ആ തർക്കം ഒതുങ്ങിയില്ല, അതൊരു വലിയ വാദത്തിലേക്കും പ്രശ്നത്തിലേക്കും മാറി. പക്ഷേ ദൈവത്തിൻ്റെ പൈതലെ, നീ ഭയപ്പെടരുത്, നീ അധൈര്യപ്പെടരുത്. വിധി പറയുന്നത് ദൈവമാണ്. വിധി പറയുന്നത് ദൈവമാണ്. നിന്നെ തർക്കത്തിലേക്ക് കൊണ്ടുവന്നു, നിന്നെ കോടതിയിലേക്ക് വലിച്ചഴിച്ച് വാദത്തിലേക്ക് കൊണ്ടുപോയി, പക്ഷെ വിധി പറയുന്നത് ദൈവമാണ്. തർക്കത്തിനും വാദത്തിനും അപ്പുറം ഒരു വിധിയുണ്ട്. എന്നാൽ ഈ വിധിയെ മിഖായേൽ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഈ ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതിരിക്കെ. ദൂതന്മാർക്ക് ബലമുണ്ട്, ദൂതന്മാർക്ക് ശക്തിയുണ്ട്, പക്ഷേ അവർ വിധി പറയുന്നില്ല. ഇന്നെന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ചില വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിവ് കാണും, ചില വിഷയങ്ങളെ ഒതുക്കാൻ നിങ്ങൾക്ക് പ്രാപ്തി കാണും, ചില വിഷയങ്ങളെ മറികടക്കുവാൻ നിങ്ങൾക്ക് കഴിവ് കാണും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, ബലവും ശക്തിയുമേറിയ ദൂതന്മാർ വിധി ദൈവത്തിന് വിട്ടുകൊടുത്തെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വെല്ലുവിളികളിൽ വിധി ദൈവത്തിന് വിട്ടുകൊടുക്ക്. ദൈവം വിധി പറയട്ടെ, ദൈവം വിധി പറയട്ടെ. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ, പ്രധാന ദൂതനായ മിഖായേൽ പോലും തർക്കം അവസാനിപ്പിക്കാൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ, വിധി പറയാൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നെങ്കിൽ, പിന്നെ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? യാക്കോബിൻ്റെ പ്രതിഫലം മാറ്റി തർക്കങ്ങൾ ഉണ്ടാക്കി ലാബാൻ, വാദങ്ങൾ ഉണ്ടാക്കി ലാബാൻ്റെ പുത്രന്മാർ, പക്ഷെ വിധി പറഞ്ഞത് ദൈവമാണ്. 2 സ്ത്രീകൾ തമ്മിൽ മരിച്ചതും ജീവനുള്ളതുമായ കുഞ്ഞിനു വേണ്ടി തർക്കമുണ്ടായി, വാദമുണ്ടായി, പക്ഷെ വിധി പറഞ്ഞത് രാജാവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ തർക്കങ്ങളിൽ വിധി പറയുന്നത് ദൈവമായിരിക്കട്ടെ, നിന്റെ വാദങ്ങളിൽ വിധി പറയുന്നത് ദൈവമായിരിക്കട്ടെ. മിഖായേൽ പറഞ്ഞു, ദൈവം നിന്നെ ഭത്സിക്കട്ടെ, ദൈവം നിന്റെ മേൽ വിധി പറയട്ടെ. അതാണ് വേർഡ് ഓഫ് ഹോപ്പ്, വേർഡ് ഓഫ് ഫെയ്ത്ത്. ഞാൻ അടുത്ത ഒരു ഭാഗം പറയുകയാണ്. മിഖായേൽ
ദൈവം വിധി പറയട്ടെ എന്ന് പറഞ്ഞാൽ ദൈവം വിധി പറയും. ദൈവം വിധി പറയട്ടെ എന്ന് മിഖായേൽ പറഞ്ഞാൽ ദൈവം വിധി പറയും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്റെ വിഷയത്തെ നീ ഏൽപ്പിക്കുമ്പോൾ ദൈവം അതിനകത്ത് ഇടപെടും. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഭാരങ്ങളെ വെക്കുമ്പോൾ ദൈവം അതിനകത്ത് വിധി പറയും. ദൈവത്തിൻ്റെ പക്കൽ നിങ്ങളുടെ കേസ് കൊടുക്കുമ്പോൾ ദൈവം അതിനകത്ത് വിധി പറയും. ഹി ഈസ് എ റൈച്ചസ് ജഡ്ജ്. അവൻ നീതിയുള്ള ന്യായാധിപതിയായ ദൈവമാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ സംഗതികളെ കൊടുക്കാം. തർക്കങ്ങൾ, വാദങ്ങൾ പെരുകുമ്പോൾ വിഷയങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കാം. ദൈവം വിധി പറയും. മിഖായേൽ പറഞ്ഞു, നീ തർക്കിച്ചും വാദിച്ചും നിൽക്കും. എത്ര നേരം വേണേലും തർക്കിച്ചോ, എത്ര നേരം വേണേലും വാദിച്ചോ, പക്ഷെ വിധി പറയുന്നത് ദൈവമായിരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മനുഷ്യൻ നിനക്കെതിരെ തർക്കങ്ങളും വാദങ്ങളും അഴിച്ചുവിട്ട് വെല്ലുവിളിക്കുമ്പോൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് പറ, വിധി പറയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവത്തിൻ്റെ വിധി കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു വിധി പറയുന്ന ഒരു ദൈവം എനിക്കുണ്ട്? തർക്കങ്ങളും വാദങ്ങളും പെരുകും, വിധി പറയുന്നത് ദൈവമായിരിക്കും. ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നിന്നെ ഫലിക്കട്ടെ. എന്തൊരു സിമ്പിളായിട്ടാണ് പറയുന്നത്, ദൈവം നോക്കിക്കൊള്ളും. പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. ദൈവം അബ്രഹാം മോറിയ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞു, ദൈവം കരുതിക്കൊള്ളും, ദൈവം നോക്കിക്കൊള്ളും. പ്രതികൂലത്തിൻ്റെ നടുവിൽ, യുദ്ധത്തിൻ്റെ മുന്നണിയിൽ ശക്തമായി മിഖായേൽ പറഞ്ഞു, ദൈവം ന്യായം വിധിക്കും, ദൈവം നോക്കിക്കൊള്ളും. മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു, യുദ്ധം എനിക്കുള്ളത്, നിങ്ങൾ മിണ്ടാതെ ഇരുന്ന് ഞാൻ ചെയ്യുന്ന യുദ്ധത്തെ കണ്ടുകൊള്ളുവിൻ. യുദ്ധം ദൈവത്തിനുള്ളത്, കരുതൽ ദൈവത്തിനുള്ളത്, ന്യായവിധി ദൈവത്തിനുള്ളത്. പിന്നെന്തിനാ ഭാരപ്പെടുന്നേ? തർക്കങ്ങൾ മൂർച്ഛിക്കട്ടെ, വാദങ്ങൾ പെരുകട്ടെ, പക്ഷെ വിധി പറയുന്നത് ദൈവമാണ്. ഇന്ന് പകൽ വിശ്വസിച്ച് ധൈര്യപ്പെട്ട് കർത്താവിൽ ആശ്രയിക്കാൻ. തർക്കങ്ങൾ മൂർച്ഛിക്കും, വാദങ്ങൾ പെരുകും, വിധി പറയുന്നത് ദൈവമാണ്. വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.